കേണൽ ആർ.ജി. നായർ, ഇന്ത്യ പഴയ ഇന്ത്യ ഒന്നുമല്ല, അടിച്ചാൽ തിരിച്ചടിക്കും. കാശ്മീരിലെ ഈ പ്രശ്നത്തെ തുടർന്ന് അമിത്ഷാ കാശ്മീരിലെത്തി. നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ഇനിയുള്ള നീക്കം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും കാണേണ്ടത് ഇതൊരു നാഷണൽ ലെവൽ സെക്യൂരിറ്റി ക്രൈസിസ് ആണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ സംഭവമായിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാരതം കാശ്മീരിൻ്റെ സ്റ്റാറ്റസ് സ്റ്റേറ്റ്ഹുഡായിട്ട് കൊടുത്തിരിക്കണം. അതിനുശേഷം വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ശാന്തി ഉണ്ടായതുപോലെ നമുക്ക് അനുഭവപ്പെട്ടു. അതിനൊരു ഭംഗം വരുത്താനായിട്ടാണ് ISIയും പാകിസ്ഥാനും, മേ ബി ചൈന ബിഹൈൻഡ്, മേ ബി ഇങ്ങനൊരു സംഭവം ഞെട്ടിക്കുന്ന രീതിയിൽ, എല്ലാവർക്കും പൊള്ളുന്ന രീതിയിൽ ഒരു എക്സ്പ്ലോഷൻ ഇൻ പീസ്, ഫോർ ഡിസ്റ്റർബിങ് പീസ് സംഭവം ഉണ്ടായിരിക്കണം പഹൽഗാമിൽ. ഞാനീ പറഞ്ഞ മാതിരി പഹൽഗാം ഹിന്ദു ടൂറിസത്തിൻ്റെ ഒരു ഈറ്റിലും കൂടെയാണ്. അനന്തനാഗും പിന്നെ മറ്റേ ശിവനുമായിട്ടുള്ള ലിങ്കും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഡെലിബറേറ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു കുറേ നാളത്തെ പീസ് അവർ കലോത്സവം ഉണ്ടാക്കുകയും ചെയ്തു. രണ്ടാമത്, നമ്മുടെ സൈന്യം തൈനാതാണ്, സ്ട്രോങ് ആണ്, സുപ്രീമസി ഉണ്ട്. എല്ലായിടത്തും ലേ മുതൽ ലഡാക്കിലും ലേയിലും എല്ലായിടത്തും ഉണ്ട്. ഒരു പക്ഷേ അവരുടെ ഒരു സംശയം, ഈ ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കാനൊരു പ്ലാൻ ഭാരതത്തിനുണ്ടോ എന്ന് വരെ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം അവർ ചിന്തിക്കാതിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതത്തിനെന്നൊരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കാനുള്ള ടെക്നോളജിയായി ആയുധങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നു, വിദേശത്തേക്ക് കയറ്റുമതിയായി ചെയ്യുന്നു. വിദേശത്തിൻ്റെ ഓർഡർ കിട്ടിയെന്ന് വരെ ഞാൻ കേൾക്കുന്നുണ്ട് ഒരു വിദേശവാഹിനി കപ്പൽ ഉണ്ടാക്കാൻ. അങ്ങനെ എക്കണോമിക്കലി 5-ാമത്തെ 4-ാമത്തെ ശക്തിയായി മാറുന്നു. ഇതെല്ലാം പാകിസ്ഥാനെ മാത്രമല്ല, ചൈനയെ കൂടെ ആലോചനപ്പെടുത്തുകയാണ്. അവർ നമ്മുടെ സ്ഥലം എടുത്തു വച്ചിരിക്കുകയല്ലേ, ആര്? പാകിസ്ഥാനും ചൈനയും. ഇന്ത്യ ശക്തി പ്രാപിക്കുന്നത് അത് തിരിച്ചു പിടിക്കാനാണോ എന്നുള്ള ഒരു സംശയം അവരിലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ആണ് ഇപ്പം ഇത്രയും ഒരു ഗ്ലാമറൈസ് ചെയ്യാനുള്ള രീതിയിലുള്ള വലിയൊരു ആക്രമണം അവർ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വേഷധാരികളായി വന്ന് എക്സിക്യൂട്ട് ചെയ്തത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ISIയുടെ ഡയറക്റ്റ് സൂപ്പർവിഷനോട് കൂടി ആയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇത് ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്? അത് ഞാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്നൊരു കൗൺസിലുണ്ട്, അവരിൽ ഉള്ള കൂടിയാലോചനയ്ക്ക് ശേഷം കളക്റ്റീവ് ഡിസ്കഷന് ശേഷം ഒരു കളക്റ്റീവ് ഡിസിഷനായിരിക്കും വരിക. അതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറയുന്നത് എനിക്ക് അപക്വമായിരിക്കും. അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. ഈ അതുകൊണ്ട് there is a security content in that also. I hope you understand. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇക്കാര്യത്തെ അപലപിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ. അത് നമുക്കൊരു ഡിപ്ലോമാറ്റിക് വിക്ടറിയാണ്. നമുക്കൊരു ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ലീഡാണെന്ന് പറയാം. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ അവരെ അപലപിച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയില്ല. ഒരു ഇന്നസെൻ്റായിട്ട് ആളുകളെയാണ് ഇവർ കൊന്നിരിക്കുന്നത്, സൈനികരല്ല കൊന്നിരിക്കുന്നത്. ഇവർ സൈനികരുടെ വേഷമായിട്ട് ഇട്ടിട്ട് വന്നിട്ടാണ് കൊന്നിരിക്കുന്നത്. അപ്പം ദർ ഈസ് എ മോറൽ അഡ്വാൻറ്റേജ് ഫോർ ഇന്ത്യ. വാട്ട് ഡു യു തിങ്ക്? ഇല്ലേ? നിരായുധരായ പിൽഗ്രിമേജിന് പോയ സാധാരണക്കാരായ പൗരന്മാരെയാണ് വകവരുത്തിയിരിക്കുന്നത്, അല്ലാതെ ആയുധധാരികളായ പട്ടാളക്കാരെയല്ല. അതിന് അവർ ഒരു ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു വേഷം ധരിച്ച്
വന്ന് അവിടെ ചെയ്തു. അതിൽ 2 ലക്ഷ്യം. ഒന്ന്, ഇത് ഇന്ത്യൻ പട്ടാളക്കാർ ചെയ്തെന്നുള്ളൊരു ധാരണ ഉണ്ടാകട്ടെ. രണ്ടാമത്, ഇന്ത്യൻ പട്ടാളക്കാരെ ഇവർ നമ്മളെ ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ പോകാൻ അനുവദിക്കും എന്ന് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ. ഈ 2 കാരണങ്ങളും ആയിരിക്കാം അവരെ ആ വേഷം ധരിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ ഊഹിക്കുന്നു. അല്ല, ഈ ലോക ടൂറിസം ഭൂപടത്തിൽ കാശ്മീർ ഒരു വലിയ സ്ഥാനമാണ്. അത് തകർക്കുക എന്നുള്ള ലക്ഷ്യവും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്ഹുഡ് കൊടുത്തത്. കേന്ദ്രഭരണ സംസ്ഥാനമായിരുന്നല്ലോ. അതിപ്പോൾ സ്വതന്ത്രമായിട്ട് ഭരിക്കുന്ന ഉമർ അബ്ദുള്ളയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങളുടെ അപലപിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ശരിയായ കാര്യമാണ്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ പല സമ്മേളനങ്ങളിൽ വെച്ച് ലോക നേതാക്കൾ ഇത്തരത്തിലുള്ള ഭീകരവാദത്തിനെതിരെ ശക്തിയായി രംഗത്ത് വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മോദിജി ഇക്കാര്യത്തിൽ പല തവണയും പല കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തീവ്രവാദത്തിൻ്റെ അത് ഭാരതം ഭീകരവാദം ഒരു ആയുധമാക്കി കരുതുന്ന രാജ്യമല്ല. അതേസമയത്ത് ഭാരതം ഭീകരവാദത്തിൻ്റെ വിക്ടിമാണ്. ശരിയല്ലേ? അതെ. അപ്പോൾ ഈ ഭീകരവാദികൾക്ക് അവർ ഭീരുക്കളാണ്. അതിന് ഉരുളയ്ക്കുപ്പേര് പോലെ ഉത്തരം നമ്മൾ കൊടുത്തിട്ടില്ലേ? കഴിഞ്ഞ കാലത്ത് ചരിത്രം എടുത്ത് നോക്കിയാൽ അത് തീർച്ചയായിട്ടും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ഊഹിക്കുന്നതിൽ തെറ്റില്ല. അത് എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും, ഇതൊക്കെ അതിൻ്റെ എക്സിക്യൂഷണൽ ലെവലിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഈ മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യയെ തൊട്ട് കളിച്ചപ്പോൾ, അതായത് 2014 ശേഷമുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കിയാൽ തിരിച്ചടി ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയല്ലേ ഉറപ്പ്? അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. അത് അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ സർപ്രൈസ്, ഇതൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു സൈനികൻ എന്നുള്ള നിലയിൽ ഞാൻ എടുത്തിയാടി പറയുന്നത് അപക്വമാകും. അത് ഞാൻ പറയുന്നില്ല. ഇത് നടക്കുമ്പോൾ നമ്മളെ ലെവലിലല്ല. അത് നാഷണൽ സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞു, നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ എല്ലാവരുടെയും യുനാനിമസ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും എന്ത് ചെയ്യണമെന്നുള്ളത്. കളക്റ്റീവ് ഡിസിഷൻ ആയിരിക്കും. ആൻഡ് implementation by coordinated defense experts and defense instruments, organs, CRPF, BSF, paramilitary forces, armed forces എല്ലാം കൂടി ചേർത്തിട്ട് ഒരു കളക്റ്റീവ് ആർമി കമാൻഡർ ലെവലിൽ കോർഡിനേഷൻ ചെയ്ത് ആയിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കും, ഓർ മിലിറ്ററി ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും. ഈ സംഭവം നടക്കുമ്പോൾ നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശനമാണ്. 10 വർഷത്തിനിടയിൽ മോദിജി 3ാമത്തെ സന്ദർശനമാണ് നടത്തുന്നത്. ഇതൊക്കെ പലരും അസഹിഷ്ണുതയോടെയാണ് കാണുന്നത്. സൗദിയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു വലിയ ബന്ധം. അതിന് ഒരു കാരണമുണ്ട്. ഇന്ത്യ ഇന്ന് 4ാമത്തെയോ സാമ്പത്തികമായി 4ാമത്തെയോ 5ാമത്തെയോ രാജ്യമാണെന്ന് ഉയർന്നു വരുന്ന രാജ്യമായിട്ട് വരുന്നത് മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ള നിലയിൽ ഇത് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിൽ നമ്മൾ അതിശയിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നത് വളരെ മനുഷ്യത്വത്തിന് ചേരാത്ത ഇന്നസെൻ്റായിട്ടുള്ള ദൈവത്തിനെ കാണാൻ പോയ ആളുകളെ, പിൽഗ്രിമേജിൽ പോയ ആളുകളെ വകവരുത്തുക എന്ന് പറയുന്നത് ഭീരുക്കൾക്ക് ചേർന്നതാണ്, അല്ലാതെ സൈനികർക്ക് ചേർന്ന കാര്യമല്ല. പാകിസ്ഥാൻ ഇന്ന് ഭരിക്കുന്നത് സൈന്യത്തിൻ്റെ ബാക്കിങ്ങോടുകൂടിയാണ്. പപ്പറ്റ് ഗവൺമെൻറ്റാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.